ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആം, താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇടയ്ക്ക് മുടി വായിൽ കയറിയായിരുന്നു. ഞാൻ ഇതിൽ ഷാമ്പു ഇട്ടായിരുന്നു. ഷാമ്പു ഞാൻ ഇടുമ്പോഴത്തേക്കും പതപ്പിച്ചങ്ങിടും കേട്ടോ, അങ്ങ് മുടിയെല്ലാം അങ്ങ് പാറി പറന്ന് നടക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കെമിക്കൽ രീതിയിലുള്ള ഷാമ്പുകളൊന്നും എനിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് ആയുർവേദിക് ആയിട്ടുള്ള ഷാമ്പൂസ്, മൈൽഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ ഷാമ്പൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ KP നമ്പൂതിരീസ്, ധാത്രി അങ്ങനത്തെ ഷാമ്പൂസ്, അങ്ങനെ ആയുർവേദിക് ആയിട്ടുള്ള ഷാമ്പൂസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഡൗവിന്റെ ഷാമ്പൂസ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഷാമ്പൂവിന്റെ കാര്യം പറയാനല്ല ഞാൻ വന്നത്. നമ്മളാണെങ്കിൽ ഇന്നലെ ഞാനാണെങ്കിൽ ഷോർട്സിൽ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ സാമന്ത ഇട്ടിരിക്കുന്ന ആ ഒരു മാലയുടെ, അപ്പൊ ആ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത്, നമ്മൾ സിൽവർ ഗിയർ വയറിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ആന്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിനിലും ചെയ്യാം കേട്ടോ. ആന്റി ടാർണിഷ് സിൽവർ ഗോൾഡൻ ചെയിനിലൊക്കെ ഇതുപോലെ റൈൻ സ്റ്റോൺസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു മാല കണ്ട് നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഈ ഒരു സിംഗിൾ ലോക്കറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കുവാണെങ്കിൽ തന്നെ ഭയങ്കരമായ രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള നെക്ക് പീസസ്. അത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സിംഗിൾ പെൻഡന്റ് മാത്രം ദൂരെ നോക്കുമ്പോൾ ഈ ഒരു പെൻഡന്റ് മാത്രമേ കഴുത്തിന് കാണത്തുള്ളൂ. വേറെ അതിന്റെ പാർട്സ് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് ഭയങ്കര നല്ല നല്ല രസമായിട്ട് കാണാം. നമുക്ക് കാഷ്വൽ ഡ്രസ്സിന്റെ കൂടെയും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയും ഡെയിലി വെയേഴ്സിന്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ അറ്റയേഴ്സിന്റെ കൂടെ കിട്ടി കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളിയാണ്. അതും ചെറിയൊരു കമ്മലും ഒരു അല്ലെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ടുള്ള കമ്മലും അല്ലെങ്കിൽ ചെറിയൊരു കമ്മൽ, ഹെവി ആയിട്ടുള്ള കമ്മല്, അല്ലെങ്കിൽ ചെറിയൊരു മാല പോലെ ഇൻവിസിബിൾ നെക്ക് പീസ് ഇടുവാണെങ്കിൽ നമ്മുടെ ആ ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര എലഗന്റ് ആൻഡ് ക്ലാസി ലുക്ക് ആയിരിക്കും. ഭയങ്കര ട്രഡീഷണൽ ലുക്ക് ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ ലുക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് ഹെവി ആയിട്ടുള്ളതിനെക്കാട്ടും സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഒത്തിരി ഇഷ്ടമാട്ടോ. അപ്പൊ നമുക്കിത് പല ഒറ്റ സ്റ്റോണിലാണ് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പല സ്റ്റോൺസിൽ പല കളേഴ്സ് ഉള്ള റൈൻ സ്റ്റോൺസ് വെച്ചിട്ടും ചെയ്യാം. കൂടുതലായിട്ടും സിൽവർ ആണ്. സിൽവർ ആ ഒരു ടൈപ്പാണ്. വൈറ്റ് ഒക്കെയാണ് കൂടുതലായിട്ടും പോകുന്നത് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ 2-3 ഓർഡേഴ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് വന്നായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നു 1-2 ദിവസമായി തോന്നുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അല്ല, 1 ദിവസം ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഓർക്കുന്നില്ല. ഭയങ്കര മറവി കേട്ടോ ഇത് ചെയ്യാനെന്ന് പറഞ്ഞാട്ടാ. അപ്പം നമ്മൾ ഇന്നാണെങ്കിലും ഈ ഒരു ഇൻവിസിബിൾ നെക്ക് പീസ് ഞാൻ ഓണത്തിനെല്ലാം ഇത് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെയുള്ള മാലകളാണ് ഇപ്പൊ ട്രെൻഡ് നിൽക്കുന്ന. ഇങ്ങനത്തെ മാലകളായതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുവാണെങ്കിലും ചെറിയ ബ്രാൻഡുകാരാണെങ്കിലും ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരും എല്ലാവരും ഇതുപോലത്തെ ഇൻവിസിബിൾ ആയിട്ടുള്ള നെക്ക് പീസസ് ആണ് കൂടുതലായിട്ടും അവർ സ്റ്റോറിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സിൽവറിന്റെ ഗിയർ വയർ ആട്ടോ. അപ്പോൾ നമുക്ക് സിൽവറിൻ്റെ ഗിയർ വയറിൽ ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ പേൾസ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് വില കൂടിയ പേൾസ് ഒക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒറ്റ പേളൊക്കെ വരുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയിനിലും ഒക്കെ ചെയ്യാൻ പറ്റും. ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിൻസ് ഒക്കെ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഓരോരുത്തരുടെ എന്താണ്, നമ്മളിപ്പോൾ എത്രയൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കളർ പോകേണ്ടതാണെങ്കിൽ ചിലപ്പോൾ അത് പോയെന്നിരിക്കും. എന്നാലും നമ്മൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമ്മളല്ലല്ലോ ഉപയോഗിക്കുന്നത്, നമുക്ക് ജസ്റ്റ് മേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ കടക്കാർ തരുന്ന ആ ഒരു ഇതിൽ നമ്മൾ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡീലേഴ്സ് തരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണെങ്കിൽ ഞാൻ ആദ്യം ഗിയർ വയർ ഇട്ട ഗിയർ ലോക്ക് ചെയ്ത് കൊളുത്ത് കാര്യങ്ങൾ കയറ്റിയിട്ട് നമ്മൾ എക്സാക്റ്റ് ആ ഒരു നടുക്ക് നമുക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റ സിംഗിൾ ലോക്കറ്റായിട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് വലിയ സ്റ്റോൺസ് വാങ്ങിക്കാം. ഇപ്പം ഈ ഒരു സ്റ്റോൺ നല്ലതാണ്, ഈ റൈൻ സ്റ്റോൺ. ഇത് ഞാൻ മോത്തിയിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത്. ഇത് നമുക്ക് ഹെയർ ബോസ് ചെയ്യാനാണേലും അതുപോലെ തന്നെ ക്ലിപ്പ് ചെയ്യാനാണേലും അലിഗേറ്റർ ക്ലിപ്പിലുള്ള സംഭവം ചെയ്യാനാണേലും ഒക്കെ നല്ലതാണ്. അപ്പം ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് ലെങ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ പിന്നീട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് ഏങ്കോണിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിട്ട് തോന്നത്തില്ല. അപ്പം അതുകൊണ്ട്
അപ്പോൾ കറക്റ്റ് ആ ഒരു ലെങ്ത് നമ്മൾ എന്തായാലും പിടിച്ചിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ആദ്യം ഒരു ബ്ലൂ റൈൻസ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മാല ചെയ്യുന്നത്. ഈ മാല തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തറവാകാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രവുമല്ല, ഇപ്പം ഇങ്ങനത്തെ മാലകളൊക്കെ ഭയങ്കരമായ രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻവിസിബിൾ ആയിട്ടുള്ള നെക്ക് പീസസ്. അപ്പം അത് ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും നല്ല രീതിയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ പല പല ലോക്കറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നമുക്ക് കട്ടി കുറഞ്ഞ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ മാലകളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിങ്ങനെ ഐഡിയാസൊക്കെ പറയുമ്പോൾ നിങ്ങളത് കേട്ടിട്ട് നിങ്ങളുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രയലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം കാരണം നമ്മൾ ഒരാളുടെ തന്നെ കേട്ടിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് നമുക്ക് തോന്നുന്ന ഒരു ഐഡിയയിൽ നിന്ന് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ അത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു മാലയുടെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു മാലയുടെ ഏകദേശ രൂപമാണ് എനിക്ക് തോന്നുന്നു നടി സാമന്ത ഇട്ടിരുന്നത്. ഇതുപോലെ അതെനിക്ക് തോന്നുന്നു വില കൂടിയ മാല വല്ലതൊന്നും ആയിരിക്കും. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ വെർഷൻ നമ്മൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പം എൻ്റെ ഞാനാണെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കുന്ന പോലെ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങിയാൽ ഒന്നും അധികം സംസാരിക്കത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറാണ്, നീ മൊബൈലിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ, പുറത്തൊന്നും സംസാരിച്ച് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. അതെന്താണെന്ന് എനിക്ക് പറയുന്നത്. എനിക്ക് ഇങ്ങനെ ബ്ലാ 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 സംസാരിക്കുന്ന പറയുന്നത്, പക്ഷെ അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട്, അങ്ങനെ സംസാരം കേട്ടിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു നെക്ക് പീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിൻസും സിൽവർ ചെയിൻസിലും ഗോൾഡൻ ചെയിൻസിലും അതുപോലെ തന്നെ റോസ് ഗോൾഡ് ചെയിൻസിലും ഒക്കെ ഇതുപോലെ കിട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് മംഗൾസൂത്രമൊക്കെ ഇടയ്ക്ക് ബ്ലാക്ക് ബീഡ്സ് ഒക്കെ കയറ്റി മംഗൾസൂത്രമൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ഐഡിയാസ് പറഞ്ഞു തരാനായിട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഓരോരുത്തരുടെയും ഓരോരോ കടമകൾ, ഓരോരുത്തരുടെയും ഓരോരോ രീതികൾക്ക് അനുസരിച്ചിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ, ഞാൻ എന്ത് പറഞ്ഞത് എനിക്ക് നോക്കില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിങ്ങനെ പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ഡിയേഴ്സ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഓണം സെയിലൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഓണം സെയിൽ ഇങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് മടി പിടിച്ചിരിക്കും കേട്ടോ ഇപ്പോൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ മൊത്തം കൺഫ്യൂഷൻസ് ആണ്. ആ ഒരു കൺഫ്യൂഷൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു തീവ്രമായ ആഗ്രഹം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ഡിയേഴ്സ്.